ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് പോക്കോന്റെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് സ്മാർട്ട് ഫോണാണ് പോക്കോ M7 Plus. അപ്പോൾ ഈ ഒരു ഡിവൈസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അറൌണ്ട് 13,000 റുപ്പീസിൻ്റെ അടുത്താണ് ഇതിൻ്റെ ഇൻക്ലൂഡിങ് കാർഡ് ഓഫേഴ്സ് വരുന്നത്. അപ്പോൾ ഒരു ബഡ്ജറ്റ് അഫോർഡബിൾ 5G ഡിവൈസാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 7000 mAh ബാറ്ററിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ അത് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ 7,000 എനിക്കൊന്നും ഇതുവരെ വന്നിട്ടില്ല. 6,500 6,000 വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 15,000 താഴെ 7000 mAh ബാറ്ററി ആണ് അതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ 144 Hz റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 6S Gen 3 ചിപ്പാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റിംഗ് ആസ്പെക്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ അൺബോക്സിംഗ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. അപ്പോൾ പോക്കോ M7 Plus പോക്കോന്റെ മറ്റൊരു ബഡ്ജറ്റ് ഡിവൈസാണ്, 5G ഡിവൈസാണ് അഗെയിൻ. അപ്പോൾ ഇതിന് അൺബോക്സിംഗിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിംഗ് തുടങ്ങാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. പോക്കോ M7 Plus എന്ന് എഴുതിയാണ്, 5G ഡിവൈസാണ്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കളർ കാണാം, അക്വാ ബ്ലൂ എന്ന് പറയുന്ന കളറാണ്. 8128 ആണ് നമുക്ക് കിട്ടിയ വേരിയൻറ്റ്. അഗെയിൻ ഇവിടെ എഴുതിയതാണ് പോക്കോ M7 Plus. ഇവിടെ നമുക്ക് സ്നാപ്ഡ്രാഗൺ 6S Gen 3 പ്രോസസ്സർ എഴുതിയാണ്. 6.9 ഇഞ്ചസ് ഡിസ്പ്ലേ, മാസീവ് 7000 mAh ബാറ്ററി, അതേപോലെ ഷോമി HyperOS 50 MP ക്യാമറ, പിന്നെ ഗ്രിഡ് ഡിസൈൻ ആണ് ഇതിന് പറയുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബോക്സ് ഒന്ന് തുറക്കാം. മുകളിൽ നമുക്ക് കിട്ടുന്ന ഒരു കേസാണ്, സ്റ്റാൻഡേർഡ് TPU കേസാണ്. M7 Plusന്റെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് കാണാം. ഇവിടെ ഉണ്ടല്ലേ, നമുക്ക് ഹൈബ്രിഡ് സ്ലോട്ടാണ് വരുന്നത്. പിന്നെ സാർ വാല്യൂവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സാർ വാല്യൂ എഴുതിയിരിക്കുന്നത് പിന്നെ സാർ വാല്യൂ ഇരിക്കുന്നത് 0.862 ആണ്. ഹെഡ് സാറ് ബോഡി സാറ് 0.87 ആണ്. അപ്പോൾ ഇത്രയാണ് സാർ വാല്യൂ എഴുതിയിരിക്കുന്നത്. പിന്നെ നമുക്കൊരു കേസാണ് കിട്ടുന്നത്. കേസും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നല്ലൊരു TPU കേസാണ്, സ്റ്റാൻഡേർഡ് TPU കേസ് ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു TPU കേസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്ന ഡിവൈസാണ്. ഡിവൈസ് ഒന്ന് മാറ്റി വയ്ക്കാം. പിന്നെ വരുന്നത് 33 watt അഡാപ്റ്ററാണ്, സ്റ്റാൻഡേർഡ് അഡാപ്റ്റർ. ഒരു USB Type-C ചാർജിങ് കേബിളാണ് വരുന്നത്. പിന്നെ ഇതിനകത്തൊരു സിം ഇജക്ടർ പിന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പോക്കോ M7 Plus. ഒരു ഗ്രിഡ് ഡിസൈനാണ് ആക്ച്വലി കൊടുത്തിരിക്കുന്നത്. ഇൻഫാക്ട് ഇതിൻ്റെ ഒരു വൈറ്റ് കളറുണ്ട്. വൈറ്റ് കളറിന് ഇവിടെ നമുക്കൊരു കളർഫുൾ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു ഡിസൈൻ അല്ല, എന്നാൽ ഇവിടെ ഒരു ഡാർക്കർ ഷെയ്ഡാണ് എഡ്ജസിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഗ്രിഡ് പാറ്റേൺ കാണാം പോക്കോ M7 Plus. ഇവിടെ ഡ്യുവൽ ക്യാമറയാണ്. ഇത് ആക്ച്വലി 50 MP പ്രൈമറി ക്യാമറയേ ഉള്ളൂ കേട്ടോ. ഒരു സെക്കൻഡറി ഡെപ്ത് സെൻസർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. AI ക്യാമറ എന്ന് എഴുതിയാണ്. പോക്കോ എന്ന് പറഞ്ഞ ഇവിടെ ഒരു ബ്രാൻഡിങ് കാണാം. ഇവിടെ പവർ ആൻഡ് വോളിയം കീസ്, ഈ പവർ ബട്ടൺ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സ്കാനറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവിടെ സിം ട്രേ കാണാം. മുകളിൽ IR ബ്ലാസ്റ്റർ ഉണ്ട്. താഴെ USB Type-C പോർട്ട്, സ്പീക്കർ യൂണിറ്റ് കാണാം. ഇനി ഫ്രണ്ട് പാനൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ബെസിൽസ് ഉണ്ടല്ലേ, ബെസിൽസ് താഴത്തെ ബെസിൽസ് കുറച്ചധികം തന്നെയാണ്, ഡെഫിനറ്റ്ലി പറയാം. അത്രയും കുറച്ചധികം തന്നെ ഉണ്ട് ബെസിൽസ്. സൈഡ് പാനലും സൈഡ് ബെസിൽസ് മുകളിലത്തെ വലിയ കുഴപ്പമില്ല, എന്നാൽ താഴത്തെ ഡെഫിനറ്റ്ലി ഓൺ ദ ഹയർ സൈഡാന്ന് പറയാം. പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഡിസൈൻ ലാംഗ്വേജ് പറയുകയെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു നല്ലൊരു ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓവറോൾ ലാർജ് ഡിസ്പ്ലേ ആണ്, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വളരെ ലാർജ് ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന് വെയിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അറൌണ്ട് 217 grams ആണ്. ലാർജർ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ലാർജർ ഡിവൈസാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഓൺ ദ ഹയർ സൈഡാണ് വെയിറ്റ്. അതേപോലെ അറൌണ്ട് 8.4 mm ആണ് തിക്നെസ് വരുന്നത്. അത്രയ്ക്ക് സ്ലിം അല്ല. അഗെയിൻ 7000 mAh ബാറ്ററീൻ്റെ കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ലാർജർ ഡിസ്പ്ലേ ഉണ്ടായതുകൊണ്ട് തന്നെ ആ വെയിറ്റ് ഫാക്ടർ കുറച്ചധികം ഉണ്ട്. പിന്നെ ഇതിനകത്ത് IP64 റേറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന് ഡിസ്പ്ലേയിലേക്ക് വരാം. ഇവിടെ നമുക്കൊരു IPS LCD പാനലാണ്, ഫുൾ HD റെസൊല്യൂഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് 144 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടില്ലേ 144 Hz റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അത് കുഴപ്പമില്ല. എന്നാലും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ചില ഫോൺസിലൊക്കെ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. അവിടെ ഇപ്പോൾ നമുക്കിവിടെ IPS LCD ഉള്ളൂ. അത് മാത്രമല്ല ബെസൽസ് ആണെങ്കിലും വളരെ ലാർജായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ടച്ച് റെസ്പോൺസ് സ്മൂത്ത്നെസ് ലെവൽസ് നല്ലതാണ്. കാരണം 144 Hz ഉണ്ടാവുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ വളരെ ലാർജ് ഡിസ്പ്ലേ, നേരത്തെ പറഞ്ഞ പോലെ 6.9 ഇഞ്ചസ് ആണ് ഡിസ്പ്ലേ വരുന്നത്. അതേപോലെ തന്നെ അറൌണ്ട് 850 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ്. കുഴപ്പമില്ലാത്ത ഒരു ബ്രൈറ്റ്നസ് ലെവൽസ് മാത്രം പറയാൻ പറ്റുള്ളൂ. കളേഴ്സ് കുഴപ്പമില്ല. IPS LCD ആണെങ്കിൽ അത്യാവശ്യം ഡീസൻറ്റ് കളേഴ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേൻ്റെ കാര്യം പറയുന്നത്. ടച്ച് റെസ്പോൺസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ഇനി സോഫ്റ്റ്വെയറിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന Android 15 ഔട്ട് ഓഫ് ദ ബോക്സ് HyperOS ആണ് വരുന്നത്. എബൌട്ട് ഫോൺ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം HyperOS 2.0.2 ആണ് വരുന്നത്. ബാക്കി ഡീറ്റെയിൽ ഇൻഫോ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡീറ്റെയിൽസ് കാണാം. 8 GB RAM ആണ് നമ്മുടെ കയ്യിലുള്ളത്. സ്നാപ്ഡ്രാഗൺ 6S Gen 3 മൊബൈൽ പ്ലാറ്റ്ഫോം, Android 15 ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് വരുന്നത്. ഇനി ഇതിൻ്റെ അപ്ഡേറ്റ് സൈക്കിൾ കുറച്ച് 2 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും 4 years ഓഫ് സെക്യൂരിറ്റി പാച്ചസും ആണ്. അത് ഡെഫിനറ്റ്ലി എനിക്കൊന്ന് വെൽക്കം പോവാണ്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ 2+4 ഡെഫിനറ്റ്ലി നല്ലൊരു ഇതാണ്. അതായത് Android 16 Android 17 കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഫീച്ചർ.
ഫീച്ചർ എന്ന് പറയാവുന്നത്. ഇനി ബ്ലോട്ട് വേസിൻ്റെ കാര്യം പറയുന്നത് ഡെഫിനറ്റ്ലി എല്ലാ പോക്കോ ഡിവൈസിലും പോലെ തന്നെ ഒരുപാട് ബ്ലോട്ട് വേസ് ഉണ്ട്. പക്ഷേ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാന്നുള്ളതാണ് ഒരു ആശ്വാസം കണ്ടില്ല. ഒരുപാട് ബ്ലോട്ട് വേസ് സ്റ്റഫ് ചെയ്തിട്ടുണ്ട്. ഇതിനടിക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് ഗെയിംസ് കാണാം. ഫോൺ പേ പോലത്തെ ആപ്സും ഇൻസ്റ്റാൾഡ് ആണ്, സ്നാപ്ചാറ്റ്, പിന്നെ ഒരുപാട് ഗെയിംസ് എല്ലാം തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാന്നുള്ളതാണ് ഒരു ആശ്വാസം. പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ടിപ്പിക്കൽ ഷോമീനെ പോലെ തന്നെ, ഷോമീൻ്റെ എല്ലാ UI പോലെ തന്നെയാണ് വരുന്നത്. വേറെ ചേഞ്ചസ് ഒന്നുമില്ല. നമുക്ക് ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷനും അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ തരുന്നുണ്ട്. ഹൈപ്പർ വോയിസ് വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി. ഹൈപ്പർ വോയിസ് ലാഗ് അങ്ങനത്തെ ഒന്നും തന്നെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല. അപ്പോൾ ഇതാണ് പോക്കോ M7 Plusൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ പെർഫോമൻസിലേക്ക് പോകാം. പെർഫോമൻസിലേക്ക് പോകുമ്പോൾ നമുക്ക് വരുന്നത് സ്നാപ്ഡ്രാഗൺ 6s Gen 3 മൊബൈൽ പ്ലാറ്റ്ഫോമാണ്. LPDDR4X RAM UFS 2.2 ആണ് വരുന്നത്. എഗെയിൻ പെർഫോമൻസിൽ ഇത് അത്രയ്ക്കൊരു മികച്ച ചിപ്പല്ല. കാരണം ഈ പ്രൈസ് സെഗ്മെന്റിൽ Dimensity 7300 ഒക്കെ വരുന്ന ഡിവൈസസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആൻഡ്രോയിഡ് സ്കോർ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് അത്രയ്ക്കൊരു പവർഫുൾ അല്ല. ഇതിൻ്റെ ഏതാണ്ട് 5 ലക്ഷമാണ്, 4 ലക്ഷം, 5 ലക്ഷം ആ റേഞ്ചിലാണ് വരുന്നത്. എന്നാൽ സ്നാപ്ഡ്രാഗണിൻ്റെ Dimensity 7300 ഒക്കെ അറൗണ്ട് 7 ലക്ഷത്തിന് മുകളിലുണ്ട്. അപ്പോൾ പ്രോസസർ വൈസ് ഇത് അത്രയ്ക്ക് ഒരു മികച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ലാഗോ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. അങ്ങനത്തെ കാര്യത്തിലൊന്നും തന്നെ ലാഗ് ഒന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല. അതേപോലെ തന്നെ LPDDR4X RAM UFS 2.2 അഗെയിൻ 2.2ന് പകരം 3.1 ഉള്ള ഡിവൈസസും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഉണ്ട് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ അഗെയിൻ ഇതൊരു വാവ് പെർഫോമൻസ് ഒന്നും നമുക്ക് കിട്ടില്ല. എന്നാലും ഒരു ഡീസെന്റ് എക്സ്പീരിയൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ മോണോ സ്പീക്കറേ ഉള്ളൂ. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ്. എല്ലാ 5G ബാൻഡ്സും സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇതാണ് പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. നമുക്ക് ക്യാമറയിലോട്ട് പോകാം. നമുക്കിവിടെ കിട്ടുന്ന ഒരു പ്രൈമറി 50 മെഗാപിക്സൽ, പിന്നെ ഒരു ഡെപ്ത് സെൻസറാണ്, f1.8 അപ്പേച്ചറാണ് വരുന്നത്. പിന്നെ സെൽഫി ക്യാമറയുടെ ഒരു 8 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. വീഡിയോ റെക്കോർഡിംഗ് പോയി കഴിഞ്ഞാൽ 1080p 30 FPS ആണ് റിയറിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ടിലും 1080p 30 FPS ആണ് സപ്പോർട്ട് ഉള്ളത്. ഫോട്ടോ ക്വാളിറ്റി കുഴപ്പമില്ല. നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. ഇതെല്ലാം പോക്കോ M7 Plus എന്നെടുത്താണ്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് വേണ്ട അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നല്ലൊരു ഫോട്ടോവിന് പറ്റിയൊരു ഡിവൈസ് ആണോ ഇത് എന്ന് കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തതിൻ്റെ ഹൈലൈറ്റിംഗ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ 7000 mAh ബാറ്ററി, 33 വാട്ട് ചാർജിങ് ആണ്. ഈ ഒരു ചാർജർ വെച്ച് നമുക്ക് അറൗണ്ട് 1 hour 40 മിനിറ്റിനകത്ത് ഫുൾ ചാർജ് ആയിരിക്കും. അറൗണ്ട് 7000 mAh ബാറ്ററിയും ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ലൊരു കോമ്പിനേഷനാണ്. മാസീവ് കപ്പാസിറ്റി ബാറ്ററിയാണ്, മാസീവ് പെർഫോമൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ബാറ്ററിയിൽ നിന്ന്. അപ്പോൾ അടിപൊളി പെർഫോമൻസ് ആണ് ബാറ്ററിൻ്റെ. മോർ ദൻ എ ഡേ, ഈസിലി ഒരു 2 days ഒക്കെ ഈസിലി നമുക്ക് കിട്ടും ഒരു നോർമൽ യൂസേജിൽ. അപ്പോൾ ഒരു ബാറ്ററി ചാമ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ബാറ്ററി ലൈഫ് എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയ ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന നല്ലൊരു ഡിവൈസാണെന്ന് ഡെഫിനറ്റ്ലി പറയാം. അപ്പോൾ ബാറ്ററി ലൈഫ് അടിപൊളിയാണ്. അതേപോലെ ചാർജിങ് സ്പീഡ് കുഴപ്പമില്ല. 33 വാട്ട് ചാർജിങ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതായിരുന്നു പോക്കോ M7 Plusൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഓവറോൾ എനിക്ക് ഒന്ന് ഒരു ബഡ്ജറ്റ് ഡിവൈസിനുള്ളതിലേക്ക് കുഴപ്പമില്ല. ഇതിലും ബെറ്റർ ഹാർഡ്വെയർ ഒക്കെ ചില ഫോൺസിൽ വരുന്നത്. കാരണം കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഫോൺസ് ഒക്കെ ഇപ്പോൾ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വന്നിട്ടുണ്ട്. അതിൽ AMOLED ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത പെർഫോമൻസും പിന്നെ അതേപോലെ തന്നെ മാസീവ് ബാറ്ററി കപ്പാസിറ്റിയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഹൈലൈറ്റിംഗ്. എന്നാൽ ഡിസൈൻ ലാംഗ്വേജ് നല്ലതാണ്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കുഴപ്പമില്ല. ഹൈപ്പർ OSൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഡീസെൻറ്റ് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഏറെക്കുറെ എനിക്കൊന്ന് കുഴപ്പമില്ലാത്ത ഒരു ബഡ്ജറ്റ് ഡിവൈസ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഇത് ദ ബെസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല ഒബ്വിയസ്ലി. കാരണം ഇതിലും ബെറ്ററായ ഹാർഡ്വെയറും അതേപോലത്തെ ചിപ്പ് സെറ്റും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കുഴപ്പമില്ലാത്ത ഒരു ഡിവൈസ് എന്നുള്ള ഇതിൻ്റെ എൻ്റെ ഹൈലൈറ്റ് 7000 mAh ബാറ്ററിയാണ്. അപ്പോൾ ഇതായിരുന്നു പോക്കോ M7 Plusൻ്റെ അൺബോക്സിങ് ഫസ്റ്റ് ഇംപ്രഷൻ. നിങ്ങൾക്ക് ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഈ ഒരു ഡിവൈസ് നല്ലതാണോ അതോ എന്തൊക്കെയാണ് ഇംപ്രൂവ്മെന്റ് ഏരിയ എല്ലാം തന്നെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.